സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഫോർട്ട് കൊച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രപ്രധാനമായ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരവും വിദേശ സംസ്കാരവും ഇണചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ ഒരു കേരളത്തിലെ സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിക്ക് ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. പണ്ട് കാലത്ത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും എല്ലാം ഒരു താവളമാക്കിയ ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഇന്ത്യയിലെ തന്നെ ഇവരുടെ ആദ്യത്തെ കോട്ടയായ ഇമ്മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിക്ക് ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ ആണോ എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളും ഇവിടുത്തെ വാസ്തുവിദ്യയും എല്ലാം. ഇവിടെ ഒരുപാട് കഫേകളുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ഇതേപോലെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഫോർട്ട് കൊച്ചി. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം നല്ല വൃത്തിയുള്ള സ്ട്രീറ്റുകളാണ്. കേരളത്തിലാണോ എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലുള്ള സ്ട്രീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ താമസിച്ചത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലിലാണ്. ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് ഹോട്ടലുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ഉൾവശമാണ്. നിങ്ങൾക്ക് ഇവിടെ ലക്ഷറി ടൈപ്പും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എല്ലാ ടൈപ്പ് ഹോട്ടലുകളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഇവിടെ അടുത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് വരുന്നവർക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇടവും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനും നൈറ്റ് ഷോപ്പിങ്ങിനും എല്ലാം പറ്റിയ ഒരു ഇടം തന്നെയാണ് ഫോർട്ട് കൊച്ചി. പക്ഷേ എല്ലാ ദിവസങ്ങളിലും അത് ആയിക്കോണമെന്നില്ല. കാരണം ഇപ്പോൾ മഴ സീസണാണ്. അതുകൊണ്ട് തന്നെ ഷോപ്പുകളെല്ലാം പെട്ടെന്ന് അടയ്ക്കും. അല്ലാത്ത ദിവസങ്ങളിൽ നൈറ്റ് റൈഡും നൈറ്റ് ഷോപ്പിങ്ങും റെസ്റ്റോറൻറ്റുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. 24 hours അവൈലബിൾ ആണ്. പിന്നെ ഞാനും നുകുട്ടിയും കളിക്കുകയാണ്. ഞങ്ങൾ കുറേ പാർക്ക് കയറി. എനിക്ക് പറ്റിയ കളികളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ പക്ഷേ കയറി കുറേ നേരം, പിന്നെ കുറേ കളിച്ചു. രസകരമായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ബോട്ട് ജെട്ടി ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് വാട്ടർ മെട്രോ അവൈലബിൾ ആണ്. അതിന് പുറമെ ബോൾഗാട്ടിക്കും ഹൈക്കോട്ടിക്കും ഇവിടുന്ന് ഡയറക്റ്റായിട്ട് വാട്ടർ മെട്രോ അവൈലബിൾ ആണ്. പ്രൈവറ്റ് ജെറ്റിയിൽ നിന്ന് പ്രൈവറ്റ് ബോട്ടുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബോട്ട് റൈഡ് ആസ്വദിക്കാനും പറ്റിയൊരിടമാണ് ഫോർട്ട് കൊച്ചി. കടൽ തീരത്തോടു കൂടി നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ അടുത്താണ് ബീച്ചിനോട് ചേർന്നിട്ടുള്ള വാക്കിംഗ് ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് രാവിലെ തന്നെ വാക്കിംഗ് ചെയ്യാനും അതുപോലെ തന്നെ വൈകുന്നേരം സൺസെറ്റ് കാണാനൊക്കെ പറ്റുന്ന നല്ലൊരു ഇടമുണ്ട്. നല്ലൊരു ബീച്ച് ഫ്രണ്ട് ഏരിയ ആണ് ഫോർട്ട് കൊച്ചി.
ഫോർട്ട് കൊച്ചിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ തീരില്ല. നിങ്ങൾ അനുഭവിച്ചത് തന്നെ അറിയണം. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഫാമിലിയായിട്ട് ഈ സ്ഥലം ഒന്ന് വരണം, എക്സ്പ്ലോർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കണം. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി യാത്രകൾ തുടരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്